ഹലോ. അങ്ങനെ കുറേ നാളുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതാണ് കാടാമ്പുഴയ്ക്കൊന്ന് പോകണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇന്നാണ് അത് സാധിച്ചത്. ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു തിരക്കൊന്നും ഇല്ലയെന്ന്. അവിടെ വഴിപാട് ചീട്ടാക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ വിചാരിച്ചു കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് കയറി ചെന്നു കേട്ടോ. ഈ മുട്ടറക്കലിന് വേണ്ടിയിട്ട് കയറി അവിടെ ക്യൂവിൽ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ഉള്ളിലോട്ട് നല്ലോണം ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഒരു തവണ പോയതാണ് കേട്ടോ. ഏട്ടൻ പോയിട്ടേ ഇല്ല, ഫസ്റ്റ് ടൈമാണ് ഏട്ടൻ. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, കുഞ്ഞായിരിക്കുമ്പോൾ പോയതല്ലേ. അങ്ങനെ ഞങ്ങൾ പോയി ക്യൂ നിന്നു, ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. 8 മണിക്കൊക്കെ നിന്നിട്ട് 12:30 ആയിട്ട് നമുക്ക് 12:30-12:45 ആയി ഞങ്ങളുടെ മുട്ടറക്കൽ കഴിയുമ്പോഴേക്കും. അപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടാണ് കയറി ചെന്നത്. കുട്ടിക്ക് മാത്രം ഇടയിൽ ഏട്ടൻ മാത്രം പോയിട്ട് അവന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളെ അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടത് മാത്രം വേഗം വാങ്ങിച്ച് കഴിച്ചിട്ട് വന്നു. പിന്നെ ക്യൂന്ന് വിട്ട് പോയി വെച്ചാൽ വീണ്ടും ഫസ്റ്റ് മുതൽ നിൽക്കണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ നിന്നു കേട്ടോ. അവന് ഒരുപാട് നേരം നിന്നു. കുട്ടി അവിടെ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കളിച്ച് അവന് നല്ല ഇഷ്ടമായിട്ട്. അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് കുറേ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അവൻ കുറച്ച് അധികം നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ അതിൽ കയറ്റി ഞങ്ങൾ ഉള്ളിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പായസം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് എനിക്ക് നല്ല ക്ഷീണമായി. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ നോക്കി കളിക്കുകയാണ് കേട്ടോ ആദ്യക്കുട്ടി. അത് കഴിഞ്ഞ് പായസമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. പായസമൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങൾ പോവാമെന്ന് തീരുമാനിച്ചു. പിന്നെ അവിടെ നമ്മുടെ ഉച്ചയൂണ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊട്ടുപുരയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫുഡ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് നമ്മൾ കയറി നിൽക്കുകയായിരുന്നെങ്കിൽ, ക്യൂവിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് എന്തായാലും വരുമായിരുന്നുള്ളൂ. പക്ഷേ ഒന്നും കഴിക്കാതെ കയറിയത് കൊണ്ട് ശരിക്കും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വീണ്ടും ഒരു ക്യൂവിൽ നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്നൊരു ദിവസം വരുന്ന സമയത്ത് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. ശരിക്കും നമ്മൾ വരികയാണെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമ്മൾ കയറാൻ. അത്രയും വയ്യാതാവും. കാരണം കുറച്ച് നേരം ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു വെച്ചാൽ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല ഒരുപാട് നേരം നിൽക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. കുട്ടിക്ക് ഒരു മസാല ദോശയാണ് പറഞ്ഞത്, അവൻ അതും കൂടെ കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുട്ടീൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോയത്. ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം കേട്ടോ. കാണുമ്പോൾ കണ്ണിന് തന്നെ ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണാൻ. വളകളും ചാന്ത് പൊട്ട് ഇതൊക്കെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ കുട്ടിക്ക് വേണ്ട ഒരു കളിപ്പാട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് വളയൊക്കെ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാനിതൊന്നും ഇടാറില്ല. പിന്നെ നമ്മൾ ചുമ്മാ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തില്ല. കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു. പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇവിടെയൊക്കെ പൊതുവെ എല്ലാം അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് റേറ്റൊക്കെ കൂടുതലാണ്. അങ്ങനെ ഒരു കളിപ്പാട്ടം വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ വന്നു.